ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം നല്ല മഴ കഴിഞ്ഞിട്ട് നമ്മളെ ഇവിടേക്ക്. അപ്പോൾ അത് ആ തോട്ടുകൂടെയൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ പോകണ കണ്ടപ്പോൾ അങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ ജനലിലുള്ള കൂടെ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. നമ്മൾ പച്ചക്കറിൻ്റെ മേലെ കൂടെയൊക്കെ വെള്ളം നല്ലോണം ഇതായിട്ടുണ്ട് കേട്ടോ. ഈ വാർപ്പിൻ്റെ മേലെ നിന്ന് വീഴുന്ന വെള്ളം അത് അത്രയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അവിടെ കുഴിച്ചിട്ടപ്പോൾ. പിന്നെ ഇതാ തോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം പോകണത് കാണാനും മഴ ഇങ്ങനെ ചോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തെങ്ങും തോട്ടത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ലൊരു വൈബാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ഇതൊന്നിപ്പോൾ രാവിലെ എടുത്തതാണ്. രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് മാവ് ഉണ്ടാക്കാൻ അവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ദാ പൊടി ഒരു തട്ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിവിടെ കുഴച്ച് റെഡിയാക്കി വെക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചതുകൊണ്ട് വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പം മാവൊന്ന് റെഡിയാക്കി വെക്കണം. അപ്പം ഇനി ചപ്പാത്തിക്ക് കറിയായിട്ടൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ കുറച്ച് മുതിര ഉണ്ടേനി ഇവിടെ. അപ്പോൾ അതിട്ടിട്ട് മുതിര കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തിൻ്റെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആ മുതിര ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. വറുത്തിട്ട് പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും കറി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മുതിരക്ക്. വറുത്തിട്ടാകുമ്പോൾ വറുക്കാതെ ആകുമ്പോൾ വലിയൊരു അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിഞ്ചുമോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറ് വേണം. അപ്പോൾ ഞാൻ ക്യാരറ്റ് റൈസാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ബസുമതി റൈസ് എടുത്തിട്ട് വേഗം അത് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായും ചെറിയ 2 കഷ്ണം പട്ടയും 2 ഗ്രാമ്പും ഇട്ടിട്ട് അത് പൊട്ടി വന്നിട്ട് ഒരു അര കഷ്ണം സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സവാള ഒന്ന് വാടിയിട്ട് പിന്നെ അതാ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിനി. അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തു. പിന്നെ അതാ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണ് ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസിന്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 സ്പൂണ് തേങ്ങ ചിരവിയതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ നെയ്യിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീരുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്താൽ മതി കേട്ടോ. ഞാൻ നാരങ്ങ നീരില്ലാത്തതുകൊണ്ട് ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസിന്. പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ട്. പിന്നെ അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിഞ്ചുവിനുള്ളത് അവിടെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൈസാണ് കേട്ടോ കുട്ടികൾ കുറച്ചൊക്കെ കഴിച്ചത്. ചപ്പാത്തി വല്ലാതെ പോയിട്ടില്ലെന്ന് മക്കൾക്ക്. പിന്നെ ചിക്കൻ മസാലയൊക്കെ ചേർത്തുകൊണ്ട് ആ ചിക്കൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് എന്തായാലും. പിന്നെ അതാ മുതിര അവിടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചപ്പാത്തി പരത്തലാവുമ്പോൾ വേറെല്ല പണികളൊന്നും നടക്കില്ല. ചപ്പാത്തി രാവിലെ ചായക്ക് കടി ഉണ്ടാക്കാൻ നിന്നാൽ ചപ്പാത്തിൻ്റെ കൂടെ നമ്മളെ കൈ എപ്പോഴും വേണമല്ലോ പരത്താനായിട്ടും കുഴക്കാനായിട്ടും എഴുതിയൊക്കെ എപ്പോഴും വേണം. അപ്പോൾ ഞാനൊക്കെ പരത്തിയിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അടുപ്പിൽ നമ്മൾ മുതിര ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മുതിര ഉപ്പിട്ടിട്ട് അങ്ങനെ തന്നെ വേവിക്കാൻ വെച്ചേക്കാണ് കേട്ടോ. വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ വെന്തിട്ട് പിന്നെ അതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് വെന്ത് വരുന്ന ആ സമയം കൊണ്ട് വേഗം ചപ്പാത്തി പരത്തിയെടുക്കുകയാണ്. പിന്നെ ഞാൻ ചപ്പാത്തി പരത്തൽ ഈ ഒരു കൗണ്ടർ ടോപ്പുമ്പോൾ തന്നെയാണ് കേട്ടോ. ഇത് നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ തന്നെ വെച്ചിട്ടാണ് പരത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ. പിന്നെ മുതിര ഞാൻ ഓഫ് ചെയ്ത് വെച്ചിനി. പക്ഷേ മുതിര ശരിക്ക് വെന്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഒന്നും കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടുപ്പിൽ ചപ്പാത്തി ചൂടാണ്. അപ്പോൾ വൈകുന്നേരം മഴയൊക്കെ ആകുമ്പോൾ രാവിലെ അടുപ്പ് കത്തിക്കാനൊരു മടിയാണ് കേട്ടോ. അടുപ്പ് ഇനി കത്തിച്ചാൽ ചിലപ്പം തീ കത്താനൊക്കെ കുറച്ച് ഗതികേടൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് പോകുമ്പോഴത്തേനൊക്കെ റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു ഇടങ്ങേറേക്കാരം മനസ്സിക്ക്. അപ്പോൾ ഞാൻ വേഗം ഗ്യാസുമ്മേ തന്നെ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെന്ന്. പിന്നെ അതാ നമ്മളെ മുതിരയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുതിര ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്
ചെറിയൊരു കഷ്ണം സവാള മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ട് പിന്നെ നമ്മളിതാ വേവിച്ച് വെച്ചാൽ മുതിരയ്ക്ക് ഇട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ളത് ഒരു പാത്രത്തേക്ക് ഇങ്ങനെ വിളമ്പി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ചായ കുടിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയും ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ആക്കി വെക്കുകയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ മുതിരൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. പിന്നെ ചപ്പാത്തിക്കൊക്കെ ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കുട്ടികൾ കഴിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ടായിന്. പക്ഷേ കുട്ടികൾ കഴിച്ചൊക്കെ ചെയ്തു കേട്ടോ, കുഴപ്പമൊന്നുമില്ല ഇനി. പിന്നെ ചപ്പാത്തി വല്ലാതെ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ആ എന്താ പറയുക ക്യാരറ്റ് റൈസ് ഉണ്ടാക്കിയപ്പോൾ അതാണ് ഒരിക്കലും ഒന്നുകൂടെ ഇഷ്ടമായത്. അപ്പോൾ കുറച്ച് അതും കഴിച്ചു. ഓരോ ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് പിന്നെ അത് നമ്മളെ മഞ്ജുമോൾ സ്കൂൾക്ക് പോയിട്ടോ. പിന്നെ ഐഫക്കുട്ടി ഇതാണ് ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിനി. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് മടിയായിട്ടോ പിന്നെ അടുപ്പത്തിക്കാനൊക്കെ പോവാൻ. അപ്പോൾ ഇനി ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഉച്ചക്ക്. അപ്പോൾ ചപ്പാത്തി ഉണ്ട് ബാക്കി, അതേപോലെ കുറച്ച് പിന്നെ ചോറും ഉണ്ട് ബാക്കി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ ഈ മുതിരൻ്റെ ഉപ്പേരി ഉണ്ട്. പിന്നെ ഞാൻ ക്യാരറ്റ് റൈസ്ക്ക് കുറച്ച് സലാഡ് ഉണ്ടാക്കിന്. അപ്പോൾ അതൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അവിടെ ഓരോ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഗോതമ്പ് പൊടിയാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ പാക്കറ്റ് ഉണ്ടാവുമല്ലോ. ഈ പാക്കറ്റിൽ ബാലൻസ് വരുമ്പം ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഇങ്ങനെ മടക്കി കൊടുക്കും രണ്ട് ഭാഗത്തുനിന്നും. എന്നിട്ട് ഇത് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി മടക്കി കൊടുക്കും. അങ്ങനെ ചുരുട്ടി കൊടുത്തിട്ട് പിന്നെ ഈ ഭാഗം തിരിച്ച് വെച്ചിട്ട് പിന്നെ അത് അതിൻ്റെ ആ രണ്ട് കോണുണ്ടല്ലോ അത് അപ്പുറത്തേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ടൈറ്റായിട്ട് കിടക്കും കേട്ടോ. ഇതിലേക്ക് പ്രാണികളൊന്നും പോവില്ല. പിന്നെ സാധാരണ നമ്മളിങ്ങനെ ബോട്ടിലൊക്കെ ആക്കി വെക്കലാണ്. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ അതേപോലെ പാക്കറ്റിൽ മുഴുവനും നമുക്ക് ബോട്ടിലാക്കി വെക്കാൻ ആക്കിയിട്ടും കുറച്ച് ബാലൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളതൊക്കെ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ വെക്കണ ബക്കറ്റിലോ പാത്രത്തിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിക്ക് അങ്ങനെ പ്രാണികളൊന്നും പോവില്ല. അപ്പോൾ അത് നമ്മൾ ഐഫക്കുട്ടി റിച്ചു സ്കൂൾക്ക് പോകാൻ ഇറങ്ങിയിട്ടോ. പിന്നെ ചിഞ്ചുമോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ പോയിട്ടോ. പിന്നെ ഓള് പോയപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ആരോ ഫോൺ ചെയ്തേനി. അപ്പം വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിനി, പക്ഷേ പറ്റിയില്ല കേട്ടോ. അപ്പം പിന്നെ മക്കൾ പോയിട്ടാണ് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യൽ. അപ്പോൾ അതാ കിച്ചണിൽ ഞാൻ ആദ്യം ഈ ഒരു ഭാഗമാണ് ക്ലീൻ ചെയ്യൽ കേട്ടോ. അപ്പോൾ ആദ്യം ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് നല്ലോണം തുടച്ച് വൃത്തിയാക്കി വെക്കും. പിന്നെ അതേപോലെ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് വെക്കും. എന്നാൽ പിന്നെ നമ്മൾ വെച്ചുണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ ഞാൻ വെക്കൽ. എല്ലാ ഭാഗവും വൃത്തികേടായി കിടക്കുമ്പോൾ ഒരു ഗതികേടായിക്കാരം. അപ്പോൾ ഒരു ഭാഗം കൊണ്ട് വൃത്തിയാക്കിയിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഒഴിച്ചൊക്കെ കഴുകാനുള്ളതൊക്കെ പിന്നെ സിങ്കിൻ്റെ അടുത്തേക്ക് വെക്കും. പിന്നെ ഈ ഒരു ടേബിളാണ് കേട്ടോ പിന്നെ വൃത്തിയാക്കുക. ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ ഭാഗമൊക്കെ ആയിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യലൊക്കെ. അപ്പോൾ ഇനി അങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത ദിവസം നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.